ഫെമിലിയാരിറ്റിയോട് അക്സെപ്റ്റഡ് ആയിട്ട് പോവാം എന്ന് ആണ് നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുക. ബ്രെയിനും അതുപോലെ നെർവസ് സിസ്റ്റവും ഇതിനെ പരിഗണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവൻ രക്ഷിക്കണമെങ്കിൽ റിലേഷൻഷിപ്പ് വേണം. പെയിനാണെങ്കിലും ആ ആളെ പിടിച്ച് നിർത്തുക, ആ ഒരു ഫെമിലിയാരിറ്റിക്ക് വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫെമിലിയർ ആയിട്ടുള്ള ആളെയാണ് അവർക്ക് പരിചയമുള്ളൂ. അപ്പോൾ ബ്രെയിൻ ഡസൻറ്റ് ഹാവ് ടു വർക്ക് മോർ, അതായത് അൺസർട്ടനിറ്റിയിലോട്ട് വർക്ക് ചെയ്യണ്ട, ഒരു എനർജി പോകുമല്ലോ, എനർജി പ്രിസർവ് ചെയ്യണം. മാത്രമല്ല ഇപ്പം നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ബ്രാൻഡ് ഡ്രസ്സ്, ഒരേ വഴി, ഒരേ റോഡ്, നമുക്ക് പരിചയമുള്ള മനുഷ്യർ, ചിലപ്പോൾ അതിനൊക്കെ നല്ല സൗകര്യമുള്ള മറ്റും ഉണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഈ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ ഈ കംഫർട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. തലച്ചോറിന് പ്രിയപ്പെട്ടതാണ് ഷോർട്ട് കട്ട്സുകൾ. അതുപോലെ തന്നെ അധികം റിസ്ക് എടുക്കാതെ മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുക. അതിന് ന്യായങ്ങൾ തലച്ചോറ് കണ്ടുപിടിക്കും. അതെ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്സിലും സ്റ്റിൽ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത്.